ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും A അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇരുവർക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. 2019 ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ജാമ്യാപേക്ഷയുടെ വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇരുവരുടെയും ബന്ധത്തിലെ ദുരൂഹത, ഫോൺ രേഖകൾ, നേരിട്ടുള്ള ബന്ധം, ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ നൽകിയ അനുമതി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വ്യാജ കരാർ തയ്യാറാക്കിയതിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 23 പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. ഓഗസ്റ്റ് 19 വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ സെപ്റ്റംബർ 1 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിനിടെയാണ് ജാമ്യാപേക്ഷയിലും വാദം പൂർത്തിയായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം തേടിയത്. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.